Hi friends, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എപ്സന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ എപ്സൺ L6460 എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു സിമ്പിൾ വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതൊരു ബ്രൗസർ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ എപ്സൺ L6460 പ്രിൻ്റർ ഡ്രൈവർ എന്നോ അല്ലെങ്കിൽ താഴെ നമുക്ക് കാണാൻ കഴിയും ഡ്രൈവർ എന്നുള്ളത്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെർച്ച് എന്നുള്ളത് കൊടുക്കുക. അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറേ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റ് കാണിക്കുന്നത് .com.sj എന്നുള്ളത് സിംഗപ്പൂരിൻ്റെ എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്. നമുക്കിപ്പോൾ ആവശ്യമുള്ളത് സെക്കൻഡ് ആയിട്ട് ലിസ്റ്റിൽ കാണിക്കുന്ന .co.in ആണ് ഇന്ത്യയുടെ എപ്സൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് കാണിക്കുന്നത്. അത് സെലക്ട് ചെയ്യുക. സ്കാനർ ഡ്രൈവർ മിക്കവാറും നിങ്ങൾക്ക് ഫസ്റ്റുള്ള സിംഗപ്പൂരിൻ്റെ .sj എന്നുള്ള ആ വെബ്സൈറ്റിൽ കയറിയാൽ സ്കാനർ സോഫ്റ്റ്വെയർ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ .co.in പറഞ്ഞ എപ്സൻ്റെ ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കയറി. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് മോഡലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, ചെറിയൊരു ലോഡിങ് ഉണ്ട്. ഡയറക്റ്റ് തന്നെ ഡൗൺലോഡ് സെൻറ്ററിലാണ് പോയിട്ടുള്ളത് എപ്സൻ്റെ. അവിടെ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യുക എന്നുള്ളൊരു ഇതാണ്. താഴെ കണ്ടില്ല ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നുള്ളത്. അതിൽ നിങ്ങളുടെ ഏതാണോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് സെലക്ട് ചെയ്യുക. കൺഫ്യൂഷൻ വേണ്ട, നമ്മളുടെ ഏതാണോ എന്നുള്ളത് ഇതിൽ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. അതാണ് നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ എൻ്റേത് വിൻഡോസ് 10 64 ബിറ്റാണ്. അപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയും, അവിടെ ബ്രാക്കറ്റിൽ ഡിറ്റക്റ്റഡ് എന്ന് എഴുതി കണ്ടില്ലേ. ജസ്റ്റ് അത് സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഏതാണോ അത് അതിൻ്റെ ബ്രാക്കറ്റിൽ ആ പേരിൻ്റെ നേരെ ആ ബ്രാക്കറ്റിൽ അങ്ങനെ ഡിറ്റക്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. എന്നിട്ട് ജസ്റ്റ് ഗോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ പേജ് ഒന്നുകൂടി റീലോഡ് ആവും. അവിടെ ഈ താഴെ കാണുന്ന ഈ ഡ്രൈവേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പ്രിൻ്റർ ഡ്രൈവർ മാത്രമേ ഉള്ളൂ. സ്കാനർ ഡ്രൈവറിന് നിങ്ങൾ തൽക്കാലം .sj എന്ന് കണ്ട ഫസ്റ്റ് വെബ്സൈറ്റിൽ തന്നെ കയറണം. അപ്പോൾ അവിടെ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് പേജിലോട്ട് വരും. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ അക്സെപ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഡൗൺലോഡിങ് ആവുന്നത് കാണാൻ കഴിയും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സമയത്ത് USB കേബിൾ കണക്ട് ചെയ്ത് വെക്കാൻ പാടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവസാനം ചോദിക്കും USB കേബിൾ കമ്പ്യൂട്ടറും പ്രിൻ്ററുമായി കണക്ട് ചെയ്യാൻ ചോദിക്കും. ആ സമയത്ത് മാത്രമേ കണക്ട് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഡൗൺലോഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യുക. അവിടെ പോയി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുത്താൽ തന്നെ അത് എക്സ്ട്രാക്റ്റ് നടന്നതിന് ശേഷം ഫയൽ ഓപ്പൺ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എപ്സൻ്റെ സോഫ്റ്റ്വെയർ യൂട്ടിലിറ്റി ഓപ്പൺ ആയി വന്നു. ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ എഗ്രി എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇൻസ്റ്റാളിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 ടൈപ്പ് കണക്ഷൻ മെത്തേഡാണ് ഈ പ്രിൻ്ററിന് വരുന്നത്. ഒന്ന് നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനും സാധിക്കും, അതേപോലെ USB കണക്ട് ചെയ്യാനും സാധിക്കും. നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് USB കണക്ഷനാണ് ചെയ്യുന്നത്. ഏറ്റവും ഫാസ്റ്റ് ഉള്ളതും USB കണക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ USB കണക്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ എന്നുള്ളത് കൊടുക്കുക. ഈ സമയത്താണ് പ്രിൻ്ററും കമ്പ്യൂട്ടറും നമ്മൾ കേബിൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കേബിൾ നമ്മൾ ഒരു സൈഡ് കമ്പ്യൂട്ടറിലും മറ്റേ ഭാഗം പ്രിൻ്ററിൻ്റെ പിറകുവശത്തും കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓക്കെ എന്നുള്ളൊരു മെസ്സേജ് കാണിക്കും. ഏകദേശം നമ്മൾ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു മെസ്സേജ് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആണ്. യെസ്, ഓക്കെ. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഇനി ഒരു സാമ്പിൾ പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ പാനലിൽ പോയിട്ട് ഞാനൊരു ടെസ്റ്റ് പേജ് പ്രിൻറ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് മെസ്സേജ് വന്നിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താൽ തന്നെ ആ പ്രോബ്ലം ഓട്ടോമാറ്റിക്കായിട്ട് സോൾവ് ആവുന്നതാണ്. ഞാൻ ജസ്റ്റ് കൺട്രോൾ പാനൽ ഓപ്പൺ ചെയ്തു. സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം കൺട്രോൾ പാനൽ എന്ന് ടൈപ്പ് ചെയ്താണ്ട് കൺട്രോൾ പാനൽ ജസ്റ്റ് ഇത് അവിടെ മുകളിൽ കിടക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഓപ്പൺ കൊടുത്തു. അതിൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ആണ് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഓക്കെ, ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് സെലക്ട് ചെയ്യുക. സോറി, ഞാൻ ഡിവൈസ് മാനേജറാണ് സെലക്ട് ചെയ്ത്. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യുന്നു. എൻ്റെ ലാപ്പിൽ കുറേ പ്രിൻ്ററുകൾ കണക്റ്റഡ് ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ലിസ്റ്റ് കാണിക്കുന്നത്. കുഴപ്പമില്ല, നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇത്ര ലിസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ നമ്മൾ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ചെറിയൊരു
ഒരു വാണിംഗ് മെസ്സേജ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ്. ആ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഞാൻ റൈറ്റ് ബട്ടൺ നിൽക്കേണ്ട അതിൽ പ്രിൻ്റർ പ്രോപ്പർട്ടീസ് എടുത്തു. എന്നിട്ട് ഈ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതേപോലെ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. അത് ജസ്റ്റ് ക്ലോസ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ പ്രിൻ്ററിൽ പേപ്പർ പിക്ക് ചെയ്യുന്നുണ്ട്. പ്രിൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ വീഡിയോ കാണാം. കണ്ടില്ലേ, പ്രിൻറ്റിങ് കമാൻഡ് വന്നിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നിങ്ങൾ ഇനി സ്കാനർ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം പ്രിൻ്റർ ഡ്രൈവറാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. യെസ്, പ്രിൻ്റ് ചെയ്താണ്ട് പേപ്പർ ഔട്ടായിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പോൾ ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.